ആദ്യം വെള്ളാപ്പള്ളി സാറ് വർഗീയവാദിയാണോ എന്നുള്ള ആ $1,000,000 ക്വസ്റ്റ്യൻ. അതായത് അതിന് ഉത്തരം പറയാം. വെള്ളാപ്പള്ളി സാറ് വർഗീയവാദി അല്ല. അദ്ദേഹത്തെ അല്ലെങ്കിൽ ഒന്നൊന്നര ദശാബ്ദത്തോളം അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് പോയിന്റ്. ശ്രീ നിഷാദിന് മനസ്സിലാകാതെ പോകുന്ന പോയിന്റ് അതാണ്. അതായത് വെള്ളാപ്പള്ളി സാറിന്റെ മകനായ തുഷാർജി ദുബായിൽ ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജയിലിൽ കിടക്കുമ്പോൾ ഓടി വരുന്നത് ഒരു യൂസഫ് അലിയാണ്. അദ്ദേഹം സ്വന്തം ആൾക്കാരെ വിട്ടൊക്കെയാണ് ജയിലിൽ നടക്കുന്നത്. വെള്ളാപ്പള്ളി സാറിന്റെ കൂടെ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും മതി, പുള്ളിക്ക് യാതൊരു മുസ്ലിം വിരോധവും ഇല്ല. പകരം അടുത്തതാണ് പോയിന്റ്, മുസ്ലിം വിരോധം ഒരു ടൂളായി ഉപയോഗിക്കുകയാണ്. അതായത് മുസ്ലിം വിരോധം പറയുമ്പോൾ വിഘടിച്ച് കിടക്കുന്ന നായർ, തീയ, അല്ലെങ്കിൽ മലബാറിലാണെങ്കിൽ തീയ, ഈഴവ, തീയ, നായർ, നമ്പൂതിരി, ആദിവാസി, ഇവരെ ഒരു മാലയിൽ കോർത്തിണക്കാനായി, ഒരു നറേറ്റീവ് ഉണ്ടാക്കാനായി കള്ളം പറയുകയാണ് വെള്ളാപ്പള്ളി സാർ. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആളാണ്. ഞാൻ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുണ്ട്. ആ ഇമ്പാക്ട് മോശമാണ്. ആ ഇമ്പാക്ട് ഞാൻ പറഞ്ഞ അതാണ്. അതായത് ഇത് കള്ളം മുസ്ലിം വിരോധം ഉണ്ടോ എന്നുള്ളതല്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഹിന്ദു വിരോധം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ക്രിസ്ത്യൻ വിരോധം ഉണ്ടോ, അത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഗുണഫലം എന്തായിരിക്കും എന്നതിനെ മാത്രം ആശ്രയിച്ചാണ്. എന്റെ മനസ്സിൽ എന്താണെന്നുള്ളതിന്റെ വിഷയമല്ല. വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് മാത്രം നോക്കിയാൽ മതി. ഇമ്പാക്ട് മാത്രം നോക്കിയാൽ മതി. ഇന്റൻഷൻ എന്ന് പറഞ്ഞ വ്യാഖ്യാനം വേണ്ട രാഹുലേ. അങ്ങനെ അല്ല. ഇന്റൻഷൻ ആണ് എല്ലാ പ്രവൃത്തിയുടെയും സോൾ. അതായത് ഇന്റൻഷൻ ഈസ് ദ സോൾ ഓഫ് എവരി ആക്ഷൻ. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ദയവായി ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ സുരേന്ദ്രൻജിയുടെ ഇന്റൻഷൻ, സുരേന്ദ്രൻജിയെ കുറിച്ച് ചോദിച്ചാൽ മതി. പുള്ളിക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല. പുള്ളിയുടെ ക്ലോസ് അസോസിയേറ്റ്സ് വലിയ മുസ്ലിങ്ങളുമാണ്. പക്ഷേ മലപ്പുറത്തെ കുറിച്ച് പറയുന്നത്, വെള്ളാപ്പള്ളി സാർ അങ്ങനെ പറയുന്നത്, അതാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അതായത് ഇവർക്ക് മുസ്ലിം വിരോധം ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. ലവ് ജിഹാദും ലാൻഡ് ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും തുള്ളിമരുന്ന് ജിഹാദും ഹലാൽ ജിഹാദും പറയുന്നത് കള്ളമാണ്. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു യൂണിറ്റി ഉണ്ടാക്കലാണ് അവരുടെ ഉദ്ദേശം. ശരിയായി, ഉണ്ടാക്കിക്കോട്ടെ. അത് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ മേലെ കയറാനുള്ള വെറുപ്പ് ചെതറിച്ചു കൊടുത്തിട്ടാണ് വേണ്ടത്. അതാണ് പ്രശ്നം. ഒരു വരി ശ്രദ്ധിക്കൂ. തർക്കിക്കാൻ വേണ്ടിയല്ല. ഇവരെല്ലാം നേരിട്ട് അറിയുന്നവരല്ലേ.